ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രെയിനിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പാർട്ട് കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം എങ്ങോട്ട് വരാൻ, നമ്മളെ ഈ രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾ വരാൻ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിക്കേ. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 350 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കാം എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എ 350 മീറ്റർ ലോങ് ട്രെയിൻ traveling at a speed of 72 km per hour to cross a 150 meter long platform? അപ്പോൾ എന്താ സംഭവം? 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 350 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് പാസ് ചെയ്ത് പോകണമെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നോക്കിക്കേ, ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് വിചാരിക്കും. ഇത് നമ്മുടെ ട്രെയിൻ. ഈ ട്രെയിൻ എത്ര മീറ്റർ എന്നുണ്ട്? 350 മീറ്റർ നീളമാണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെയാണ് ആർക്ക് പാസ് ചെയ്ത് പോകേണ്ടത്? ട്രെയിന് പാസ് ചെയ്യുന്നത്. 2 ലെങ്തുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം. 150യും 350യും കൂടി ആഡ് ചെയ്യണം. ഇനി എന്താണെങ്കിലും ശരി തന്നെ 2 ലെങ്തുകൾ എപ്പോഴും ആഡ് ചെയ്യാനേ ഉള്ളൂ, ഒരു സ്ഥലത്ത് പോലും സബ്ട്രാക്ഷൻ ചെയ്യാൻ ഇല്ല. അപ്പോൾ 350 പ്ലസ് 150 ചെയ്യുമ്പോൾ എത്ര ഇടും? 400, 500 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പഠിച്ചു. ഇനി ആര് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ? ട്രെയിൻ മാത്രം. പ്ലാറ്റ്ഫോം മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ട്രെയിനിൻ്റെ വേഗതയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. 72 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത്. സോ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ എന്ന് എടുത്തു. ഇനി എന്താ വേണ്ടിയത്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് 500 മീറ്റർ ബൈ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ കൺവേർട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ 72 ഇൻറ്റു 5/18 നോക്കാം. 18ഉം 72ഉം കൂടെ ക്യാൻസൽ ചെയ്തു. എത്ര? 18. 4 18 72. 5ഉം 500ഉം കാൽക്കുലേറ്റ് ചെയ്തു 100. അപ്പം നമുക്ക് ഇവിടെ കിട്ടി 100/4 25 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് 350 മീറ്റർ നീളമുള്ള ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം, ദാറ്റ് മീൻസ് 500 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര സമയം മതി? 25 സെക്കൻഡ് മതി. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കുക, 2 ലെങ്തുള്ള സാധനങ്ങളാണെങ്കിൽ അവരെ പരസ്പരം മറികടന്നു എന്ന് പറഞ്ഞാൽ 2ൻ്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യണം, ഒരു സ്ഥലത്ത് പോലും സബ്ട്രാക്ഷൻ ചെയ്യാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 50 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണം? ഇപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എ 250 meter long train traveling at a speed of 60 km per hour to cross a 50 meter long platform എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്ക് പ്ലാറ്റ്ഫോമിനെയാണ് പാസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ട്രെയിനിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 250. പ്ലാറ്റ്ഫോമിൻ്റെ നീളം 50. അപ്പം മൊത്തം 300 അല്ലേ? യെസ്. ഇനി എന്താണ്? നമുക്ക് സ്പീഡ് അറിയണം. സ്പീഡ് അറിയാം, അത് 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് മീറ്റർ, കിലോമീറ്റർ പെർ അവർ. സോ കൺവേർട്ട് ചെയ്തേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുമിച്ച് അങ്ങ് ചെയ്ത് കളയാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 300/60 ഇൻറ്റു 5/18. ഒരു കാര്യം ചെയ്യാം, ഇത് ക്യാൻസൽ ആയിപ്പോൾ ബാക്കിയുള്ളത് 18. കണ്ടോ? ഒരുമിച്ച് ചെയ്താലുള്ള ഉപയോഗം ഇതാണ്. 6 5 30 300 ക്യാൻസൽ ആയിപ്പോയി 18. കണ്ടോ? ബാക്കി 18 സെക്കൻഡ്. ഒരുമിച്ച് ചെയ്താൽ ഇതാണ് യൂസ്. നമ്മൾ രണ്ടായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഫ്രാക്ഷനൊക്കെ വരും, വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ഒരുമിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ എപ്പോഴും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന
150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് അതേ ദിശയിൽ 6 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ നോക്കാം, നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ടേ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാവൂ. കാര്യം എന്തുകൊണ്ടാണ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ എ 150 മീറ്റർ ലോങ് ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ ടു പാസ് എ പേഴ്സൺ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 6 കിലോമീറ്റർ പെർ അവർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം? ട്രെയിൻ ഒരാളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ, നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് വെച്ച് ട്രെയിൻ ഒരാളെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് നമുക്കറിയാം. ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് നമുക്കറിയാം. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണ്? ഒരാളിനെ പാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 150 മീറ്റർ വെച്ചു. ഇനിയാണ് അടുത്ത പോയിന്റ്. ഇവിടെ സ്പീഡ് എടുക്കണം. സ്പീഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വേറൊരു സാധനം പഠിച്ചു വെച്ചിരിക്കുകയാണ്. സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലൊരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ് സ്പീഡ്. മലയാളത്തിൽ ആപേക്ഷിക വേഗത എന്ന് പറയും. എന്താണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? യെസ്, രണ്ടുപേർ ഒരേ സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവിടെ നമ്മൾ എന്ത് കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് സ്പീഡിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സെയിം ഡയറക്ഷനാണ് എങ്കിൽ വേഗതകളുടെ വ്യത്യാസവും, എതിർദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടുകയും ചെയ്യുമെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണ് എങ്കിൽ നോക്ക, ഇതാണ് ആള്. ഇയാൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു 6 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ, 6 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ, കിലോമീറ്റർ പെർ അവർ വേഗതയിൽ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ട്രെയിൻ അതേ ദിശയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അത് 60 കിലോമീറ്റർ പെർ അവർ, സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിലാണ് വേഗതകളുടെ വ്യത്യാസം. അപ്പോൾ 60-ൽ നിന്ന് എത്ര പോവും? 6 പോയി കഴിഞ്ഞാൽ 54 കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടുത്തെ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസും ഉണ്ട്, സ്പീഡും ഉണ്ട്. എന്താ ചോദ്യം? സമയം എന്ത്, വേഗത എന്താണ്, ടൈം എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടൈം കണ്ടുപിടിക്കും. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 150/54. ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം. യെസ്, നമുക്കറിയാം ഇത് മീറ്റർ, ഇത് കിലോമീറ്റർ പെർ അവർ. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എത്രയെന്ന് വരും? 3 അല്ലേ? അപ്പം എന്ത് കിട്ടും? 150 ഡിവൈഡ് ബൈ 15 ക്യാൻസലായി 10. 10 സെക്കൻഡ് എന്ന് പിടികിട്ടും. 10 സെക്കൻഡ് കൊണ്ട് ആളിനെ പാസ് ചെയ്തു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞായിരുന്നു, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. എടാ, അത് ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ട്രെയിൻ അത്ര ഈസി ആയിട്ട് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അറിഞ്ഞുകൂടാതെ നമുക്ക് എന്ത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല? ട്രെയിൻ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് അതേ ദിശയിൽ സെയിം ഡയറക്ഷൻ കേട്ടോ, അതേ ദിശ സെയിം ഡയറക്ഷൻ കേട്ടോ, അതേ ദിശയിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം. ഇപ്പോൾ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ എ 300 മീറ്റർ ലോങ് ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 100 കിലോമീറ്റർ പെർ അവർ ടു പാസ് എ ട്രാവലിംഗ് at a speed of 10 കിലോമീറ്റർ പെർ അവർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡ് നമുക്ക് ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് റിലേറ്റീവ് സ്പീഡ്, രണ്ടുപേരും മൂവ് ചെയ്യുന്നത് കൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് തന്നെ പറയാം. സെയിം ഡയറക്ഷൻ നമുക്ക് വേഗതകളുടെ വ്യത്യാസം 90 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഒരാളിനെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരാളിനെയാണ് പാസ് ചെയ്യുന്നത്. ആളിനെ പാസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അവിടെ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്തോ ആയിരിക്കണം? യെസ്, ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ് അവിടുത്തെ ഡിസ്റ്റൻസ്, 300 മീറ്റർ ആണ്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 300/90 ഇൻറ്റു 5/18 ഒരുമിച്ച് ചെയ്യും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 0 ക്യാൻസൽ ചെയ്യാം. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ന് കിട്ടും? 6 5 30. ഇതും ക്യാൻസൽ ചെയ്ത് 2 അല്ലേ? 9 2 18
അല്ലേ? 18 ഒന്നുകൂടെ നോക്കാം. 300 18 കേട്ടോ, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കാം. 300/90 × 5/18 നോക്കാം. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 12 ആണ് അല്ലേ? 12 വരുന്നത്. 0 ക്യാൻസൽ, ഇതൊന്നും ക്യാൻസൽ ചെയ്ത് 2. ഓക്കെ, കറക്റ്റ്. എന്താണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ മാറിപ്പോയി. 12 സെക്കൻഡ് എന്ന് കിട്ടും. 12 സെക്കൻഡാണ് ആൻസറായിട്ട് വരുന്നത്. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലത്തെ പ്രോബ്ലംസ്. നോക്കിയാൽ ഒരെണ്ണം കൂടെ നോക്കാം. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് എതിർദിശയിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം നോക്കിക്കേ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 500 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു വ്യക്തിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഡിസ്റ്റൻസ് എത്രയെന്ന് വരും? 500 മീറ്റർ തന്നെയാണ്. പക്ഷേ എതിർദിശയിലുള്ള ഒരു വ്യക്തി, അപ്പോൾ എന്ത് ചെയ്തു? വ്യക്തി എങ്ങോട്ടാണ് ഓടുന്നത്? വ്യക്തി അങ്ങോട്ട് ഓടുന്നു. ട്രെയിൻ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എതിർദിശ എന്ന് നിന്നിരിക്കുന്നത് കൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്താണ് ചെയ്യേണ്ടത്? വേഗതകളുടെ സം എടുക്കണം. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്ന് തന്നെ പറയാം. വേഗതകളുടെ സം എടുക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡ് 80 + 10 ഇത്രയെന്ന് എഴുതാം. 90 km/h എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. 500/90 × 5/18 ചെയ്യണം അല്ലേ? എന്ത് ചെയ്യാം? 0 ക്യാൻസൽ ചെയ്തു, ഇതൊന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ 10 എന്ന് വന്നു. ഇതിനെ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 സെക്കൻഡാണ് ആൻസറായിട്ട് വരുന്നത്. 20 സെക്കൻഡാണ് ആൻസറായിട്ട് വരുന്നത്. കണ്ടില്ലേ? കാൽക്കുലേഷനൊക്കെ നിങ്ങൾ പഠിച്ചു കാണാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഓരോ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി തന്നെ പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് എതിർദിശയിൽ 4 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയമെന്ത്? How long does it take for a 300 meter long train traveling at a speed of 50 km/h to pass a person at a speed of 4 km/h in the opposite direction? Opposite direction ആകുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. സ്പീഡ് എന്തുമായിരിക്കും? 50 പ്ലസ് ഒന്നാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് 50, ഓപ്പോസിറ്റ് ഡയറക്ഷൻ പ്ലസ് ചെയ്തു 4, അപ്പോൾ സ്പീഡ് 54 എന്ന് കിട്ടി. km/h കിട്ടിയത്. ഇനി ഡിസ്റ്റൻസ്, വ്യക്തിയാണ് കടന്നു പോകുന്നത്, ഒരാളിനെയാണ് പാസ് ചെയ്തു പോകുന്നത്. സോ നമുക്ക് അവിടെ എന്തെടുക്കാം? നമുക്ക് അവിടെ 300 എന്ന് എടുക്കാം. ഡിസ്റ്റൻസ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. 300/54 × 5/18. ഇതിനെ ക്യാൻസൽ ചെയ്യാം. എത്ര വരും? 3 വരും അല്ലേ? 3യും ഇതും കാണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 100 വരും. 100ഉം 5ഉം കൂടെ ആകുമ്പോൾ നമുക്ക് 20 സെക്കൻഡ് ഉണ്ട്. കാൽക്കുലേഷനൊക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് വെട്ടിക്കളഞ്ഞ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈസി കാൽക്കുലേഷൻ തന്നെയാണ് കിട്ടുന്നത്. നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് എതിർദിശയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ കടന്നു പോകണം. മറ്റൊരു ട്രെയിനിനെയാണ് കടന്നു പോകേണ്ടത്. നമ്മൾ പഠിച്ചു, 2 ലെങ്തുള്ള സാധനങ്ങൾ പരസ്പരം പാസ് ചെയ്യുന്നു. അതിന് സെയിം ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും 2 ലെങ്തുള്ള സാധനങ്ങളെയാണ് പാസ് ചെയ്തു പോകുന്നത്. ഇനി അവർ മൂവ് ചെയ്തുകൊണ്ടിരുന്നാലും ശരി തന്നെ, 2 ലെങ്തുള്ള സാധനങ്ങളാണോ, അവരെ ലെങ്തുകൾ ആഡ് ചെയ്യണം. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രെയിൻ എതിർദിശയിലുള്ള ഒരു ട്രെയിനെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ ദിശയിൽ സെയിം ഡയറക്ഷനിൽ ഒരു ട്രെയിനെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ട്രെയിനിൻ്റെ ലെങ്തുകൾ പരസ്പരം ആഡ് ചെയ്യണം. അവരിനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്താലും ശരി തന്നെ, സെയിം ഡയറക്ഷനിൽ ക്രോസ് ചെയ്താലും ശരി തന്നെ, അവരുടെ ലെങ്തുകൾ പരസ്പരം ആഡ് ചെയ്യണം.
അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യണം. എന്തെഴുതും? 250 പ്ലസ് 150. അപ്പം നമുക്ക് ലെങ്തുകൾ ആഡ് ചെയ്തു. അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. 400 മീറ്റർ എന്ന് കിട്ടി. ഞാൻ അവിടെ മാറ്റി വെച്ചു, അവിടെ നിൽക്കട്ടെ. ഇനി ഒന്നാമത്തതിൻ്റെ സ്പീഡ് 50 കിലോമീറ്റർ, രണ്ടാമത്തതിൻ്റെ സ്പീഡ് 40 കിലോമീറ്റർ. അപ്പം രണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ദിശയിൽ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം എതിർ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ്, രണ്ടുപേരും മൂവ് ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റീവേ എടുക്കുള്ളൂ. രണ്ടും കൂടെ ആഡ് ചെയ്യും. 50 പ്ലസ് 40 ആഡ് ചെയ്തപ്പോൾ 90 കിലോമീറ്റർ പെർ അവർ ആണ് അവിടുത്തെ എന്തായിട്ട് കിട്ടിയത്? അവിടുത്തെ സ്പീഡായിട്ട് കിട്ടിയത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം, സമയം വേണം. എത്ര സമയം വേണം? ടൈം കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയാം? രണ്ടുപേരും കൂടെ ലെങ്ത് ആഡ് ചെയ്ത് 400 ബൈ സ്പീഡ് 90 ഇൻറ്റു 5/18 ആണ് ചെയ്യേണ്ടത്. 0യും 0യും ക്യാൻസൽ ചെയ്യാം. 9ഉം 2ഉം കൂടെ നമുക്ക് ഇവിടെ 2 ആവും. 5ഉം 40ഉം കൂടെ 8 5 40, 8 2 16, 16 സെക്കൻഡ് എന്ന് കിട്ടും. 16 സെക്കൻഡ് ആണ് ആൻസർ. കണ്ടോ, ഈസി ആയിട്ട് അതും ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ടത്. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ട്രെയിൻ എതിർദിശയിൽ മണിക്കൂർ 32. എതിർദിശ. അപ്പോൾ സ്പീഡ് 40 പ്ലസ് രണ്ടാമത്തെ സ്പീഡ് 32 ചെയ്യുമ്പോൾ 72 കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് നോക്കിക്കേ. ഒന്നാമത്തേൻ്റെ ഡിസ്റ്റൻസ് 200 മീറ്റർ, രണ്ടാമത്തേൻ്റെ ഡിസ്റ്റൻസ് 100 മീറ്റർ. ആഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. 200 പ്ലസ് 100 300 മീറ്റർ. ടൈം കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 300 ബൈ 72 ഇൻറ്റു 5/18. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. ഇതിനെ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 എന്ന് വരും. 4 ആകുമ്പോഴത്തേക്ക് 300 ബൈ 20 ആയി. 4 20 0 ക്യാൻസൽ ആയപ്പോൾ നമുക്ക് 15 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. 15 സെക്കൻഡാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? സെറ്റായില്ലേ? എന്നാൽ ഇപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും നമ്മൾ എടുത്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചും സെയിം ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. പിന്നെ 2 ട്രെയിനുകളാണ് പരസ്പരം പാസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ റിലേറ്റീവ് സ്പീഡും എടുത്തിരിക്കണം, ലെങ്തുകൾ പരസ്പരം ആഡ് ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന മെയിൻ സാധനം. അതും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി തന്നെ നമ്മൾ പോകണം. അങ്ങനെ 2 പാർട്ട് എടുത്തു. ഇനി നമുക്കൊരു 2 പാർട്ട് കൂടി ഉണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എന്താവും? നമ്മൾ സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. വീണ്ടും അടുത്തൊരു പാർട്ടും കൂടെ വരും. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ.